അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു മഹാവിപത്തിനു മുന്നിൽ നമ്മുടെ നാടാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ മറ്റൊന്നും നോക്കി നിൽക്കാതെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് ചുരം കയറിയ കേരളത്തിന്റെ യുവത്വം നമുക്ക് നൽകിയ ധൈര്യവും ആത്മവിശ്വാസവും ചെറുതല്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന വിഭാഗം ഒത്തൊരുമിച്ച് വയനാട്ടിലുണ്ടായിരുന്നു. ദിവസങ്ങളോളം രാവും പകലും അവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇന്നലെ പോലും മന്ത്രി PA മുഹമ്മദ് റിയാസ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് അതൊരു അഭിമാന കാഴ്ചയാണ്. V വസീഫും രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസുമാണ് സൂപ്പർ 60യിൽ ഇന്ന് അതിഥികളായി ചേരുന്നത്. 3 പേർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം നമ്മളോട് ഈ ഒരു മണിക്കൂറുകളിൽ ചേർന്നതിന്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാടിനൊരു ആപത്ത് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിറങ്ങാമെന്ന് പറയുന്ന ആ ഒരു കരുത്തുണ്ടല്ലോ, അതുതന്നെയാണ് വലുതെന്ന് തോന്നുന്നു. സത്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ അതുതന്നെയല്ലേ നമ്മൾ കണ്ടത്, രാഹുൽ? തീർച്ചയായിട്ടും നമ്മുടെ നാടിന്, പ്രത്യേകിച്ച് മലയാള നാടിന് ഒരു പ്രത്യേകതയുണ്ട്. നാട്ടിലൊരു ആപത്തുണ്ടാകുമ്പോൾ അവിടെ ആദ്യം ഓടി ഇറങ്ങും. അത് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കുന്നില്ല. ഇപ്പോ അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങളിലും തെരച്ചിൽ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇപ്പോ ഈ ഫ്രെയിമിലുള്ള 3 പേര് ഞങ്ങള് 3 സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഒപ്പം ഞങ്ങളുടെയൊക്കെ സംഘടനയിൽപ്പെട്ട നിരവധി ചെറുപ്പക്കാർ, ഞങ്ങളുടെ സംഘടനയിൽ പെടാത്തവർ പോലും മറ്റു പല യുവജന സംഘടനകളുടെ ഭാഗമായിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ ഇത്രയും ദിവസം, ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ നാട്ടിൽ നിന്ന് വിളിക്കുകയാണ്. തിരുവനന്തപുരംകാരനാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. രതീഷ് എന്നാണ് പേര്. അപ്പൊ അദ്ദേഹം പെയിന്റിംഗ് പണിക്ക് ദിവസ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ആ പെയിന്റിങ്ങിന്റെ കോൺട്രാക്ടർ വിളിക്കുകയാണ്, പോയിട്ട് കുറെ ദിവസമായാലും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അങ്ങനെ വലിയ സമ്പാദ്യങ്ങളും ബാങ്ക് ബാലൻസും ഒന്നും ഉള്ള ആളുകളല്ല ഈ രക്ഷാപ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവിടേക്ക് വന്നിരിക്കുന്നതെല്ലാം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ. അതിപ്പം ഞാൻ എന്റെ സംഘടനയുടെ പറയുമ്പോൾ ഇവർക്കെല്ലാം ഇതുപോലുള്ള അനുഭവങ്ങൾ പറയാനായിട്ടുണ്ടാകും. ഇനിയായാലും റോഷ്നി, നമ്മുടെ നാടിനൊരു ആപത്ത് ഉണ്ടാകുമ്പോൾ, നമ്മുടെ നാടിന്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരുമിച്ചുണ്ടാകും. വലിയൊരു ധൈര്യമാണത്. PK ഫിറോസിലേക്ക് വരികയാണ്. സത്യത്തിൽ ഈ ദുരന്തം ഉണ്ടായതിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഏറ്റവും ഊർജിതമായി പ്രവർത്തനം നടത്തുകയും അവിടെ ഓടിയെത്തുകയൊക്കെ ചെയ്തതാണ് വൈറ്റ് ഗാർഡ്. നമ്മൾ ആ പ്രവർത്തനങ്ങളൊക്കെ കണ്ടതാണ്. ഫിറോസ്, എങ്ങനെയാണ് നമ്മൾ അങ്ങ് ഒരുമിച്ച് ഇറങ്ങുകയല്ലേ ചെയ്തത്? അത് ഇനി തുടർച്ചയും ഉണ്ടാവും അല്ലേ അതിന്? തീർച്ചയായിട്ടും. ഒട്ടേറെ ദൃശ്യങ്ങള്, മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങള് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഘടനകളുടെ ഒരു യോജിപ്പ്, രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിലാണെങ്കിൽ പോലും ചാലിയാർ പുഴയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു DYFI പ്രവർത്തകൻ ഒലിച്ചു പോകുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വടമെറിഞ്ഞു കൊടുക്കുന്നത് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിലെ ഒരു പ്രവർത്തകനാണ്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് DYFIയുടെ ഒരു പ്രവർത്തകന് കാലിന് പരിക്കേറ്റുമ്പോൾ അതിന് ചികിത്സ കൊടുക്കുന്നത്, അതിന് ശുശ്രൂഷിക്കുന്നത് അവിടെ യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് അംഗമാണ്. അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ തിരിച്ചുമുണ്ടാകും. അങ്ങനെ ഒട്ടേറെ ദൃശ്യങ്ങൾ നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിലും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒക്കെ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ദുരന്തമുഖത്ത് എങ്ങനെയാണ് യുവജന സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ആരും പ്രത്യേകിച്ച് ഒരു ക്ലാസ് ഒന്നും കൊടുക്കാതെ തന്നെ പരസ്പരം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാ യുവജന സംഘടനകളെയും പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ നമ്മൾ കണ്ട മനോഹരമായിട്ടുള്ള ഒട്ടേറെ കാഴ്ചകളാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വസീഫ്, ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കുവച്ച ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അത് നമുക്കൊക്കെ വലിയ ധൈര്യമാണ്, ഏറെ സന്തോഷമാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ, ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ റോഷ്ന. നമ്മൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ നാട് ഈ മനുഷ്യ വിഭവശേഷിയെ ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരെ ഒരുക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ബാധ്യത. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഞങ്ങൾ ഇത് ഈ ഒരു സമയത്ത് മാത്രമല്ല, എല്ലാ കാലഘട്ടങ്ങളിലും. ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ നാട്ടിൽ നിങ്ങൾ കാണാറില്ലേ? കുളം വൃത്തിയാക്കുന്നത്, തോടുകൾ വൃത്തിയാക്കുന്നത്, പുഴ വൃത്തിയാക്കുന്നതിനൊക്കെ ഞങ്ങൾ യൂത്ത് ബ്രിഗേഡ് ഇറങ്ങാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അങ്ങ് ഇറങ്ങി നിൽക്കും. അതിൽ മറ്റൊന്നും നോക്കില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ജോലിയോ മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളോ ഒന്നും നോക്കാതെയാണ് ചെറുപ്പക്കാർ ഇവിടെ വന്ന് അവരുടെ താമസമോ അവരുടെ ഭക്ഷണമോ അവരുടെ വസ്ത്രമോ ഒന്നും അവർ അന്വേഷിക്കാറില്ല. ഒരു ടീഷർട്ട് ഇടുന്നു, പാൻറ് ഇടുന്നു, അത് പോകുന്നു. അതേ ടീഷർട്ടിൽ തന്നെ പിറ്റേ ദിവസം വരുന്നു, അതേ ട്രാക്ക് സൂട്ടിൽ വീണ്ടും ഇറങ്ങുന്നു.
ആദ്യത്തെ ഒരു 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ അവസ്ഥയായിരുന്നു. ഭക്ഷണമോ വെള്ളമോ ഒന്നും നമ്മളാരും, താമസമോ സൗകര്യം ഒന്നും നമ്മളാരും അന്വേഷിച്ചിട്ട് പോലുമില്ല. ഉള്ള സ്ഥലത്ത് ഉറക്കം വരുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ബിസ്ക്കറ്റോ ബ്രെഡോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലുമോ ഒക്കെ കിട്ടുന്നത് കഴിക്കുന്നു. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഒരു വോളണ്ടിയേഴ്സിനൊക്കെ ഈ കുറച്ചപ്പുറത്തുനിന്നും, ഞങ്ങളാണെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ വയനാട് ജില്ലയിലെ വോളണ്ടിയേഴ്സാണ്, പിന്നെ പുറത്തുനിന്ന് കുറച്ച് കോഴിക്കോട്ടു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ കുറേ വോളണ്ടിയേഴ്സിനെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. പക്ഷെ കേരളത്തിലാകെ DYFI പ്രവർത്തകർ ഞങ്ങളെ ഇപ്പോൾ വിളിക്കും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക. ഓരോരുത്തരും മെസ്സേജ് അയക്കുക, ഞങ്ങളെ വിളിക്കൂ സഖാവേ, ഞങ്ങളെ വിളിക്കൂ, ഞങ്ങൾ വരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം വലിയ സന്തോഷം തോന്നുന്ന ഒരു, അങ്ങനെയുണ്ടല്ലോ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ചേർന്ന് നിൽക്കാനുള്ള മനസ്സുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഓരോ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ DYFI മാത്രമല്ല, അതെ, ഇപ്പൊ DYFI മാത്രമല്ല, ഇപ്പൊ ഇവിടെ SSF പോലെയുള്ള, അതെ, SSF, SKSSFന്റെ ഒക്കെ പോലെയുള്ള സംഘടനകൾ പോലെയൊക്കെയുള്ള ഞങ്ങളോടൊപ്പം തന്നെ അവരും എനിക്ക് തോന്നുന്നു ഞങ്ങളോടൊക്കെ വലിയ സൗഹൃദമായി. ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് അങ്ങനെയുണ്ടല്ലോ, സ്ഥിരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ്, ഒരേ വസ്ത്രത്തിൽ ഒരേ ചളിയിൽ അങ്ങനെ ചവിട്ടി നടക്കുന്ന, അവിടുന്ന് ഭക്ഷണം കഴിച്ച് ബാക്കി തെരച്ചിലിനിറങ്ങുന്ന ഒക്കെ പ്രവർത്തകരാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും, ഞങ്ങളെ പ്രവർത്തകർ ആ JCBയിൽ നിന്ന്, നമ്മൾ സാധാരണ അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു മേഖലയിൽ JCBയുടെ ആ വായിൽ കയറി ആ മണ്ണിനടിയിലേക്ക് പോകുന്ന ഞങ്ങളുടെ പ്രവർത്തകനെ റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്നു ആദ്യം ഐഡന്റിഫൈ ചെയ്തത്. ആ ഒരു DYFI പ്രവർത്തകർ സൈന്യം പോലും അടിച്ചു നിന്നിടത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു, അവിടെ തെരച്ചിൽ നടത്തുന്നു. അത് താമരശ്ശേരിയിൽ നിന്ന് വന്ന ഞങ്ങളുടെ പൂനൂരിലെ സഖാക്കളാണ്. ദിവസങ്ങളോളം ഇവിടെ അവരങ്ങ് ഈ പ്രവർത്തനത്തിൽ അങ്ങ് മുഴുകി നിൽക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വലിയൊരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഇവിടെ ഒന്നും മറ്റു രാഷ്ട്രീയമോ മറ്റു വേർതിരിവോ ഒന്നുമില്ലാതെ എല്ലാവരും ഈ ഒരു പൊതുവായ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ഉണ്ടായ പ്രയാസത്തിൽ അവരോടൊപ്പം നിൽക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വന്ന ബിരിയാണി ചലഞ്ചും അതുപോലെ ചായക്കടകളും ഒക്കെയായി ഞങ്ങളുടെ കൂടെ ഇവിടെ വയനാട്ടിൽ വരാത്ത ചെറുപ്പക്കാർ അതെ, അത് ഞാൻ പറയാം. അതായത് നമ്മൾ ആക്രി ചലഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വീടുകളിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് എന്നാൽ നമ്മളിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന, നമുക്ക് അത്ര വലിയ വിലയൊന്നും നമ്മൾ ഓരോരുത്തരും വിൽക്കുകയാണെങ്കിൽ കിട്ടാത്ത, അല്ലെങ്കിൽ അത്ര പ്രസക്തമായി ഇല്ലാത്ത സാധനങ്ങൾ അത് വീടുകളിൽ വന്ന് തെരഞ്ഞെടുത്ത് പെറുക്കിയെടുത്ത് നിങ്ങളുടെ സമ്മതത്തോടു കൂടി വാങ്ങി കൊണ്ടുപോയി നമ്മൾ വിൽപ്പന നടത്തും ഒന്നിച്ചു വെച്ച്. അതിൽ നിന്ന് കിട്ടുന്ന പണം സ്വരൂപിക്കും. അതോടൊപ്പം ഞങ്ങളുടെ അധ്വാനം, ഇപ്പോൾ ചായപ്പീടിക നടത്തുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പലഹാരങ്ങൾ, ചായക്കടികൾ ഒക്കെ അവിടുന്ന് വിൽപ്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം, ഒരു മിച്ചം, അതോടൊപ്പം തന്നെ ബിരിയാണി വിൽപ്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം, ഈ കല്ല് ചുമന്ന് ഇപ്പോൾ ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാസർഗോഡ് ഈ ചുമടെടുക്കുകയാണ് DYFI സഖാക്കൾ, ചുമടെടുക്കുക ഒന്നിച്ച് DYFIയുടെ മേഖലാമന്ത്രി സഖാക്കൾ കാസർഗോഡ് നിന്ന് ചുമടെടുത്ത് ആ ചുമടെടുക്കുന്നതിന് കിട്ടുന്ന കൂലി അവരെന്ത് ചെയ്യാണ്, മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം കല്ല് ചുമക്കുകയാണ്, മീൻ വിൽക്കുകയാണ്. അങ്ങനെയൊക്കെ നടത്തി ഒരു കൂട്ടായ്മയിലൂടെ ഇവരുടെ അധ്വാനം സംഭാവന ചെയ്ത് അതിൽ കൂടെ കിട്ടുന്ന പണം ഉപയോഗപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? ഇപ്പോൾ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി. ആ വയനാടിൻ്റെ പുനരധിവാസത്തിന് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, 25 വീടുകളിൽ കുറയാത്ത വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾക്കൊന്നും ഒരു പ്രതീക്ഷയില്ല എത്ര രൂപ കിട്ടുമെന്നോ എങ്ങനെ ഇതിൻ്റെ മറ്റു സംവിധാനങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഒരു ധൈര്യമുണ്ട്. നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്ത് ഞങ്ങൾ ഇതുപോലെ ആക്രി പെറുക്കി 12 കോടിയോളം രൂപ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. അന്ന് ഇനിയും ഉണ്ടാവട്ടെ വസീഫ്, അതിന്റെ ഒരു തുടർച്ചയാണ് വേണ്ടത്. ഇപ്പോ രാഹുലിലേക്ക് കൂടി വരികയാണെങ്കിൽ, രാഹുൽ 30 വീടുകളോളം നിർമ്മിച്ചു നൽകാമെന്ന് പറയുന്നു. ഇപ്പോൾ ഉപജീവന മാർഗം ഇല്ലാതായ ഒരു യുവാവിനെ, റിപ്പോർട്ടർ തന്നെ വാർത്തയെ തുടർന്ന് തന്നെ ഒരു ജീപ്പ് അത് വാങ്ങി നൽകാനുള്ള മുൻകൈകൾ എടുക്കുന്നു. പഴയ പത്രങ്ങൾ പോലും കളക്ട് ചെയ്ത് അതുപോലും എത്തരത്തിലാണ് ഈ ദുരന്തം ബാധിച്ച മനുഷ്യർക്ക് ഉപകാരപ്പെടുക എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നു, അത്തരത്തിൽ ഇടപെടുന്നു. നിങ്ങൾ യൂത്ത് കോൺഗ്രസ് എങ്ങനെയാണ് സത്യത്തിൽ ഈ ഒരു ധനസമാഹരണം നടത്തുന്നത്? നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പ്ലാനും ആ ഒരു കോർഡിനേഷനും എങ്ങനെയാണ് നടക്കുന്നത്? ചുരുക്കിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ. ഒന്ന് റോഷ്നി, ഈ ചുരം കയറുമ്പോ ഇവിടെ ഉണ്ടാകുന്ന നഷ്ടം എത്ര വലുതാണ് എന്നുള്ള ധാരണയില്ല.
പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ മനുഷ്യന്മാരുടെ ഇപ്പം നിങ്ങളുടെ വാർത്തകൾ കൊടുത്തത് നിങ്ങൾ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നു. അതിനൊക്കെ അപ്പുറം നമ്മൾ കാണുന്ന ഓരോ മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ നമുക്ക് ഇടപെടാൻ തോന്നുന്ന തരത്തിലുള്ള പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത്. എല്ലാ സംഘടനകളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും അത് കൃത്യമായി ഓരോ മനുഷ്യന്മാർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ, ഏറ്റവും ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ പോയപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ചോദിച്ചത് ഒരു കളർ പെൻസിലും അതിന്റെ ഡ്രോയിങ് സ്കെച്ചും എല്ലാം കൂടെ കൊടുക്കണം എന്നാ. പെട്ടെന്ന് തന്നെ അത് വാങ്ങിക്കൊടുത്തു. അത് തൊട്ട് ഇപ്പോ 30 വീടുകൾ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ചുരം കയറുമ്പോ ഉള്ള അവസ്ഥയല്ല, നാളെ ചുരം ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കിന് ഏതാണ്ട് ഈ കമ്മിറ്റ്മെന്റുകളെല്ലാം കൂടെ ഒന്ന് പാലിക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 4-5 കോടി രൂപയെങ്കിലും ഇല്ലാതെ നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം 140 നിയോജക മണ്ഡലങ്ങളിലും ന്യൂസ് പേപ്പർ ചലഞ്ച്, പഴയ പത്രങ്ങൾ ശേഖരിച്ച് ആ പത്രങ്ങൾ വിൽക്കുന്ന ഒരു പൊതുവായ പരിപാടി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. അത് കൂടാതെ ഓരോ അസംബ്ലി കമ്മിറ്റിയും, ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം പയ്യന്നൂർ അസംബ്ലി കമ്മിറ്റി, നിങ്ങൾ തന്നെ അതിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ അസംബ്ലി കമ്മിറ്റി ഒരു സ്വകാര്യ ബസ് ഓപ്പറേറ്ററെ കണ്ട് അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം ആ ഉത്തരവാദിത്വം ഞങ്ങളുടെ കമ്മിറ്റി ഏറ്റെടുത്തു. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. അപ്പൊ ഞങ്ങളുടെ കമ്മിറ്റി ഏറ്റെടുത്തു. അപ്പൊ ആ ഒരു ദിവസത്തെ യാത്രയിൽ കയറുന്ന യാത്രക്കാർക്ക് മുന്നിലേക്ക് ടിക്കറ്റിന് പകരം അവർ ബക്കറ്റുമായി ചെല്ലുന്നു. അപ്പൊ അതിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന പണം ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ മാത്രമാണ് പറയുന്നത്. അപ്പം മലപ്പുറത്ത് അവര് നാളികേരം വീടുകളിൽ പോയി നാളികേരം ശേഖരിച്ച് ആ നാളികേരം കൊണ്ടുവന്ന് വിറ്റിട്ട് നാളികേര ചലഞ്ച്. കാസർഗോഡ് ബൾബുകൾ, എല്ലാ വീടാന്തരവും കയറി ഇറങ്ങിയവർക്ക് ബൾബുകൾ ആവശ്യമാണോ എന്ന് ചോദിച്ച് LED ബൾബുകൾ ഓരോ വീട്ടിലും കൊടുത്തിട്ട് വാങ്ങുന്നത്. അപ്പം ആലപ്പുഴയിൽ നടക്കുന്നത്, ഹരിപ്പാട് നടക്കുന്നത് ധോത്തി ചലഞ്ച്. ഓണക്കോടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കോടി തരാം, പകരം ഒരു വീട് ഒരുക്കും എന്ന് പറഞ്ഞിട്ട് ഹരിപ്പാട് അസംബ്ലി കമ്മിറ്റി നടത്തുന്ന ചലഞ്ചുകൾ. പിന്നെ അച്ചാർ വിൽക്കുന്നവരുണ്ട്, പിന്നെ ഒരു വീടിന്റെ വാർക്കപ്പണിക്ക് പോയവരുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ ജോലികൾ ഇതിനു വേണ്ടി മാത്രം സാധാരണ ചെയ്യുന്ന ഉപജീവനത്തിനപ്പുറം ഈ അടുത്തൊരു 10-15 ദിവസത്തേക്കിന് വയനാടിന് വേണ്ടിയിട്ട് മാത്രമായി അധ്വാനിച്ച് ആ പണം വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് വലിയ സന്തോഷമുള്ളത് എല്ലാ യുവജന സംഘടനകളും ഒന്നിച്ചു നിന്നിട്ട് ഇങ്ങനെ ഒരു പ്രയാസ സമയത്ത് ഒരുമിച്ച് നിൽക്കുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങള് സാധാരണ ഇപ്പം വസീഫിനെ ആയാലും ഫിറോസിനെ ആയാലും ഞങ്ങളൊക്കെ രാഷ്ട്രീയ വേദികളിൽ, നിങ്ങളുടെയൊക്കെ ചർച്ചാ വേദികളിലൊക്കെയാണ് കാണാറുള്ളത്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് രാവിലെ നമ്മൾ ദുരന്തമുഖത്തേക്ക് എത്തുമ്പോൾ ഇവരെയൊക്കെ കാണാം. അപ്പൊ നമ്മൾ വേണം താമസിച്ചു അല്ലേ, നേരത്തെ എത്തിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അതായത് നമ്മള് എല്ലാ ദിവസവും കാണുന്ന ഞങ്ങളെല്ലാവരും കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഈ മുണ്ടക്കൈക്കാരാണ്. അപ്പം മുണ്ടക്കൈയിലുള്ള ഒരാള് മറ്റൊരാളെ കാണുമ്പോൾ നീ ഇന്ന് നേരത്തെ വന്നല്ലേ, നീ ഇച്ചിരി താമസിച്ചു പോയോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. രാഹുൽ, ഫിറോസിലേക്ക് വരികയാണെങ്കിൽ ഫിറോസ്, ഇപ്പൊ ഈ വൈറ്റുകാർഡൊക്കെ ആദ്യത്തെ ആ ദിവസങ്ങളിലൊക്കെ ചെയ്തതിന്റെ ഭക്ഷണം അവിടെ നിന്ന് ഉണ്ടാക്കി ഓരോരുത്തർക്കും, വിശക്കുന്ന ഓരോ മനുഷ്യർക്കും ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ ഭക്ഷണം എത്തിക്കുന്നതൊക്കെ കണ്ടതാണ് നമ്മൾ. അതൊക്കെ അത്രത്തോളം ഗുണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ഈ പുനരധിവാസവും പുനരുജ്ജീവനവും ഒക്കെയാണ്. അത് സർക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിൽക്കാൻ പറ്റും? നിങ്ങളുടെ അതിന്റെ ഒരു പ്ലാനിംഗ് ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എല്ലാവരും കണ്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ഇനി വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇനി പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു പുനരധിവാസ പ്ലാനാണ് കൃത്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും കൂടി ഒന്നിച്ചുള്ള ഒരു മെഗാ പ്രോജക്റ്റ് അവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ഘടകങ്ങൾ വേറെ പിന്നെ പ്രത്യേകമായ പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് പകരമായി പാർട്ടി ഒരു മെഗാ പ്രോജക്റ്റ് എന്ന നിലക്ക് മുമ്പോട്ട് വരിക. അപ്പൊ അതിന് ചില കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം ചെയ്തിരിക്കുന്നത്, അതിനു വേണ്ടി ഒരു ആപ്പ് തയ്യാറാക്കി, ഫോർ വയനാട് എന്ന് പറഞ്ഞിട്ട് ആപ്പ് നിങ്ങൾക്ക് ആർക്കും കാണാവുന്നതാണ്. ആപ്പിലിപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ, ഈ ചർച്ച തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് നോക്കിയപ്പോൾ 15 കോടി ക്രോസ് ചെയ്തു നമുക്ക് ഇതുവരെ ജനങ്ങൾ തന്ന. അത് ആരൊക്കെ തന്നു വളരെ കൃത്യമായി ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെലവഴിക്കുന്ന കാര്യം കൂടി ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ ആപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആപ്പ് വഴി നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നു. ഫണ്ട് കളക്ട് ചെയ്യാൻ പല മെത്തേഡുകളും ഉണ്ട്. പക്ഷേ എല്ലാവരും ഈ ആപ്പിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയിലാണ്
നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ ഒരു മേനി പറച്ചിൽ എന്ന നിലക്ക് പറയല്ല, ജനങ്ങളുടെ അറിവിലേക്ക് കാര്യങ്ങൾ, ജനങ്ങൾ ഫണ്ട് തരുമ്പോൾ സ്വാഭാവികമായി അവർക്ക് അത് അറിയാനുള്ള ബാധ്യത കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പോൾ ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ കണ്ടൊരു കാര്യം, അപ്പോൾ ഒരാൾ ഞങ്ങളോട് വന്ന് പറഞ്ഞത് ഷേവ് ചെയ്യാൻ പോലും കയ്യിൽ പൈസ ഇല്ല, കാരണം ഉടുത്ത പണവും പിന്നെ ഉടുത്ത ഡ്രസ്സും പിന്നെ മാത്രം ഓടിയതാണ്, കയ്യിലൊന്നുമില്ല. അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കാൻ, അപ്പോൾ അവർക്ക് എല്ലാം ഇപ്പോൾ ക്യാമ്പ് ഓഫീസറോട് പോയിട്ട് ചോദിക്കാന്ന് പറയുന്നത് അവർക്ക് പ്രയാസമുള്ള കാര്യമായിരിക്കും. അപ്പൊ ഞങ്ങൾ ആദ്യം ഒരു 500 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു 3000 രൂപ ഒരു പോക്കറ്റ് മണി എന്നുള്ള നിലക്ക് നമ്മളിപ്പോൾ 300 പേർക്ക് കൊടുത്തു, ഇനി നാളെയും മറ്റന്നാളുമായിട്ട് 200 പേർക്ക് കൊടുക്കും. അങ്ങനെ ഒരു പോക്കറ്റ് മണി നമ്മൾ 3000 രൂപ വെച്ച് കൊടുത്തു. ഇനി നമ്മളൊരു 250 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ മോസ്റ്റ് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു 200 പേർക്ക് ഒരു 10,000 രൂപ വെച്ചിട്ട് നമ്മൾ 250 പേർക്ക് 10,000 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ഈ ദുരന്തത്തിൽ ഓട്ടോ നഷ്ടപ്പെട്ടു പോയ 5 പേരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ഒരു 5 ഓട്ടോറിക്ഷ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി വാടക വീട്ടിലേക്ക്, ഇനി അടുത്ത ഒരു ക്യാമ്പുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് വാടക വീടുകളിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഹോം അപ്ലയൻസസ്, അതുപോലെ തന്നെ ഫർണിച്ചറുകൾ, അപ്പൊ അതൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനകം ഒരു സംവിധാനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി പിന്നെ വാടക സർക്കാരിന്റെ തീരുമാനങ്ങൾ വന്നിട്ടില്ല. സർക്കാരിന്റെ കൃത്യമായ തീരുമാനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്തൊക്കെയാണ് അതിൽ പോരായ്മകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ വളരെ നല്ല കാര്യമാണ് അതൊക്കെ ഫിറോസ്, നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവസാനമായി വസീഫിലേക്ക് ഒന്നുകൂടി വന്നാൽ ഇപ്പൊ നമുക്കറിയാം. പറയൂ. വസീഫുമായിട്ട് സംസാരിച്ചിരുന്നു, പി കെ ഫിറോസുമായിട്ട് സംസാരിച്ചിരുന്നു. ഇന്നലെ ഞാൻ ബഹുമാനായ മന്ത്രിസഭാ ഉപസമിതി അംഗവും കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയുമായ ശ്രീ മുഹമ്മദ് റിയാസുമായി സംസാരിച്ചിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു പൊതുവായ ഡിമാൻഡ് സർക്കാരിനോട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് യുവജന സംഘടനകളെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്ന വീട് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകാനായിട്ട്. ഇപ്പൊ വയനാട്ടിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലാൻഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇവർക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാൻ താല്പര്യവുമില്ല എന്നുള്ള കാര്യം ഈ പ്രദേശത്തുള്ള ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പൊതുവായി ശ്രീ മുഹമ്മദ് റിയാസിനോട് മന്ത്രിസഭയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള അനുമതി, യുവജന സംഘടനകൾ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് ഭൂമി അനുവദിക്കണം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മന്ത്രി അത് വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ മന്ത്രിക്ക് ചെലുത്തുവാൻ കഴിയുന്ന സമ്മർദ്ദങ്ങളെല്ലാം സർക്കാരിൽ ചെലുത്തുവാമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണെങ്കിൽ നമ്മുടെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പം നടക്കും. ഇപ്പം പി കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഞങ്ങളും 50 വാടക വീടുകൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. വാടക വീടുകളിലേക്ക് ഇന്നലെ ഇപ്പോ 5 എണ്ണം കൊടുത്തു. നിങ്ങൾ എല്ലാവരും അതിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. 5 വാടക വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും. പക്ഷേ ഈ വാടക വീട്ടിലൊക്കെ ഇട്ട് അവരെ ഇനി കൂടുതൽ പ്രയാസപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് പുനരധിവാസം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിമാൻഡ് സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് പൊതുവായിട്ട് കൂടി അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. അടിപൊളി, അതൊരു നല്ല കാര്യം തന്നെയാണ്. സത്യം പറയാൻ എനിക്കിപ്പോൾ തോന്നുന്നത്, നമ്മൾ പറയുമല്ലോ ഈ യുവജനം എപ്പോഴും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെയാണ് ഈ സാമൂഹിക പ്രതിബദ്ധത കുറയുന്നു, യുവജനങ്ങൾക്ക് സോഷ്യലിയുള്ള ഇടപെടലുകൾ കുറയുന്നു എന്നൊക്കെ പൊതുവിൽ പറയാറുണ്ട് സമൂഹത്തിൽ കുറച്ച് ആളുകൾ. പക്ഷെ അതൊക്കെ വെറുതെയാണല്ലേ? അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയല്ലേ? അങ്ങനെയൊന്നുമില്ല. അത് പറയൂ വസീഫ്, പറയൂ. നമ്മൾ മാത്രമല്ല, എല്ലാ വിഭാഗം ചെറുപ്പക്കാരും ഇവിടെ വന്ന കാഴ്ച നിങ്ങൾ കാണാം. ഒക്കെ ഒരു 15-18 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാർ ഇങ്ങ് നിരന്ന് നിൽക്കുന്നുണ്ട് എല്ലാ മേഖലയിലും, എന്തിനും തയ്യാറായിട്ട്. അവര് വളരെ സജീവമായിട്ട് തന്നെ എല്ലാ മേഖലയിലുമുണ്ട്. അപ്പം അതിലൊന്നും മറ്റൊരു ഇതില്ല. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ആയാലും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിസഭാ ഉപസമിതി ഇപ്പം മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ, രാജൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ. ഇപ്പോൾ വൈറ്റ് ഗാർഡിന്റെ തന്നെ അന്ന് ഒരു ഭക്ഷണത്തിന്റെ ഒരു വിവാദം സംസാരമൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരുമായി സംസാരിച്ച് എന്താണ് ചെയ്യേണ്ടത്, അതിന് അടുത്തൊരു സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്താ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പരമാവധി എല്ലാവരെയും ഇവിടെ ഉണ്ടായി. അപ്പോൾ അതിനകത്തൊന്നും അതെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകരുതായിരുന്നു എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയി. ആ രീതിയിൽ തന്നെ പോകുന്നു. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ വാടക വീടുകൾ തെരഞ്ഞ് ഗവൺമെന്റിനെ സഹായിക്കുന്ന നടപടി സ്വീകരിക്കുന്നുണ്ട്. 2 വാടക വീടുകൾ ഏകദേശം 50,000 രൂപയോളം ഒരു വർഷത്തേക്ക് വാടക കൊടുത്ത് ഞങ്ങളിപ്പോൾ എടുത്ത് അവരെ താമസിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി.
അതോടൊപ്പം പിന്നെ ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഒരു പാക്കേജ് പറയും, ഗവൺമെന്റ് ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് പറയും, അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു രീതി എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു, എന്താണോ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത്, എന്ത് മാനദണ്ഡമാണോ ഗവൺമെന്റ് പറയുന്നത്, ആ മാനദണ്ഡത്തിനനുസരിച്ചായിരിക്കും ഞങ്ങളുടെ നീക്കം. അതിപ്പോ ഗവൺമെന്റ് പറയുകയാണ് നിങ്ങൾ നിശ്ചയിച്ച പണം അല്ലെങ്കിൽ ഇത്ര തരൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര. ആണെങ്കിലും രാഹുൽ മങ്കൂട്ടത്തിലാണെങ്കിലും വസീഫ് ആണെങ്കിലും നമ്മളോട് ചേർന്നതിന് തന്നെ ഒരുപാട് നന്ദി. നമ്മൾ യുവജനങ്ങൾ ഇനിയും ഉണ്ടാവും. നമ്മുടെ നാടിനൊരു ആപത്ത് വന്നാൽ നമ്മളങ്ങ് ഒരുമിച്ചിറങ്ങുകയാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഒരുപാട് പദ്ധതികളുണ്ട് നമ്മുടെ കയ്യിൽ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. ഇനിയും നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമ്മളോട് കുറച്ച് സമയം ഇങ്ങനെ ചേർന്നതിന് 3 പേർക്കും നന്ദി.